ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം കൊടിമരം മാറ്റി സ്ഥാപിച്ചതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2017 കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ കൊടിമരം മാറ്റിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നായി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. ഈ ഘട്ടത്തിലാണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. തുടർന്നാണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചത്. കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജിവാഹനത്തിനും അഷ്ടദിക്ക് പാലകന്മാർക്കും വർഷങ്ങളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത്. കൊടിമരം മാറ്റിസ്ഥാപിക്കുമ്പോൾ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവരെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതേ വാജിവാഹനമാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതും കോടതിയിൽ ഹാജരാക്കിയതും. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘവും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലെ അന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.